നമസ്കാരം, മഷിത്തണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ജിജ്ഞാസ പോലുള്ളവ. നമ്മുടെ മനസ്സ് പലപ്പോഴും പറന്നു നടക്കുകയാണ്. ചിന്തകൾ നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നു. കഴിഞ്ഞ കാലത്തെ ഓർമ്മകളും ഭാവിയെ പറ്റിയുള്ള വ്യാകുലതകളും നമ്മെ ചിന്താകുലരാക്കുന്നു. ഇതിനിടയിൽ നമ്മൾ ഇന്നത്തെ നന്മകളെ കാണുന്നില്ല. നമ്മുടെ സന്തോഷങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മറന്നു പോകുന്നു. സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ശാരീരിക അസ്വസ്ഥതകളെയും പരിസ്ഥിതിയെപ്പറ്റിയും എല്ലാം വ്യക്തമായ അവബോധം ഉണ്ടാകുന്ന അവസ്ഥയാണ് മൈൻഡ്ഫുൾനെസ്. ഇന്നത്തെ നമ്മുടെ വിഷയവും മൈൻഡ്ഫുൾനെസ് ആണ്. ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. മനസ്സിൻ്റെ താളം തെറ്റി പോവുകയാണോ എന്ന് പോലും തോന്നിപ്പോകും. ഒന്നും ചിന്തിക്കാതെ, ഒന്നിനെ പറ്റിയും ആദ്യ പിടിക്കാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നത് ജീവിതത്തിലെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെയും കുറെ കൂടി മികച്ച രീതിയിൽ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച വഴികൾ നമ്മൾ പഠിക്കുകയും സമ്മർദ്ദകരമായ സാഹചര്യങ്ങൾ കൂടുതൽ ലാഘവത്തോടെ നമുക്ക് നേരിടുവാനും സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും ചെറിയ അനുഗ്രഹങ്ങളിൽ തൃപ്തരാകുവാനും പ്രത്യക്ഷത്തിൽ ജീവിക്കുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ നെഗറ്റീവ് എനർജിയെയും നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയുമെല്ലാം ഇല്ലാതാക്കാൻ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസിലൂടെ സാധിക്കുന്നു. കൂടാതെ ക്ഷമയും സഹനവുമെല്ലാം ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നു. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ അമിതമായി പ്രതികരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാതെ അതിനെയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും നമ്മളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. നമ്മുടെ അനാവശ്യമായ ചിന്തകളെയും വ്യാകുലതകളെയും കടിഞ്ഞാണിടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമുക്കും നമ്മുടെ പ്രതികരണങ്ങൾക്കുമിടയിൽ അല്പം ഇടം നൽകാനും വാക്കുകൾക്ക് മുന്നേയും പ്രവർത്തിക്കുന്നതിന് മുന്നേയും ചിന്തിക്കാനും എല്ലാം ഇത് നമ്മെ പ്രാപ്തരാക്കും. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ വികസനം തടയുന്നതിനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണ് ഇത്. മാനസിക സമ്മർദ്ദപൂരിതമായ സാഹചര്യങ്ങളോട് കൂടുതൽ ഫലപ്രദമായി പ്രതികരിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. ഇനി ഇതെങ്ങനെ ചെയ്തു തുടങ്ങാം എന്ന് നോക്കാം. ആദ്യമായി ശ്വാസോച്ഛ്വാസത്തിലൂടെ ഇത് ചെയ്തു തുടങ്ങാം. നമ്മൾ ശ്വാസമെടുക്കുന്നതും ഉച്ഛ്വസിക്കുന്നതിലേക്കുമെല്ലാം ശ്രദ്ധ കൊടുക്കുക. ശ്വാസത്തിനെ പിടിച്ചു നിർത്തുകയൊന്നും വേണ്ട, അതിനെ നിയന്ത്രിക്കുകയും ചെയ്യണ്ട. വളരെ ഫ്രീ ആയി മാത്രം ഇത് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും മറ്റു കാര്യങ്ങളിലേക്ക് ചിന്ത മാറും. അത് കാര്യമാക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ മനസ്സ് മാറി തുടങ്ങി. ഇത് കാരണം എനിക്ക് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവാണ് ഇവിടെ വേണ്ടത്. ശേഷം വീണ്ടും ശ്വാസത്തിൽ ശ്രദ്ധ ചെലുത്തുക. മൂക്കിൽ കൂടി ശ്വാസം കയറി വരുന്നത്, അത് സഞ്ചരിച്ച് ശ്വാസകോശത്തിൽ എത്തുന്നതും ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വയർ നിറയുന്നതും അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ ചുരുങ്ങുന്നതും മൂക്കിൽ കൂടി പുറത്തേക്ക് പോകുന്നതും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അടുത്ത ഒരു രീതി പ്രകൃതിയുമായി ചെലവഴിക്കുക എന്നതാണ്. ഏതെങ്കിലും സൗകര്യപ്രദമായ സമയത്ത് നടക്കാനിറങ്ങുക. നടക്കുമ്പോൾ കാണുന്ന ചെടിയെ നോക്കുക, അതിനെ നിരീക്ഷിക്കുക, അതിനെ തൊട്ടു നോക്കുക. അതിനെ തൊട്ടു നോക്കുമ്പോൾ ഉള്ള സെൻസേഷൻ ഫീൽ ചെയ്യുക. അതിൻ്റെ ആകൃതി നോക്കുക, നിറം ശ്രദ്ധിക്കുക. അങ്ങനെ നിരീക്ഷിച്ച് പോവുക. മറ്റൊരു ടെക്നിക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി സ്കാൻ ചെയ്യുക എന്നതാണ്. അതിനായി നല്ലൊരു മാറ്റ് വിരിച്ച് അതിൽ മലർന്നു കിടക്കുക. റിലാക്സ്ഡ് ആവുക. നിങ്ങളുടെ തലയോട്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ തലമുടി, നിങ്ങളുടെ പുരികം, കണ്ണ്, മൂക്ക്, വായ, ചെവി, കഴുത്ത്, തോളുകൾ, നെഞ്ച്, വയർ, കൈകൾ, കൈമുട്ടുകൾ, കൈവിരലുകൾ, നഖം, അരക്കെട്ട്, തുടകൾ, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദം, കാൽവിരലുകൾ, നഖങ്ങൾ, നിങ്ങളുടെ മസിലുകൾ തുടങ്ങിയ ഓരോ കാര്യവും സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാവധാനം എഴുന്നേൽക്കാം.
ഡീപ്പ് ബ്രീത്ത് എടുക്കാം. അടുത്ത ഒരു ആക്ടിവിറ്റി, നിങ്ങൾ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യുക. ആ ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ താപനില അറിയുക. സോപ്പ് തേക്കുമ്പോൾ അത് പതപ്പിക്കുക, അത് നിങ്ങളുടെ സ്കിന്നിൽ ഫീൽ ചെയ്യുന്നത് നിരീക്ഷിക്കുക. അടുത്ത ഒരു ആക്ടിവിറ്റി, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കയ്യിലെടുക്കുക, അത് ടച്ച് ചെയ്യുന്നത് അത് നിങ്ങൾ ഫീൽ ചെയ്യുക, അതിൻ്റെ ആകൃതി തൊട്ട് നോക്കുക, അതിൻ്റെ നിറം തുടങ്ങിയവ ശ്രദ്ധിക്കുക, ഒന്ന് മണത്ത് നോക്കുക. ഇങ്ങനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ശിശുക്കൾ അവർ ആദ്യമായിട്ട് ഒരു സാധനം കാണുകയാണെങ്കിൽ അവരതിനെ ആദ്യം നിരീക്ഷിക്കുക, അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കുന്നതും അതിനെ ടച്ച് ചെയ്യുന്നതും അതിനെ മണത്ത് നോക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പ്രാവർത്തികമാക്കേണ്ടത്. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. മാത്രവുമല്ല, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുവാനും മറക്കരുതേ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടു കൂടി നന്ദി.